ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ. തൽക്കാലം അത്രയും മതി. നമ്മുടെ ഓർക്കൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. എല്ലാവർക്കും ഇരിക്കാം. നമ്മൾ ഇത്രയും നേരം നിത്യജീവനെ പറ്റിയും സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയും ഒക്കെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതിനുശേഷം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വചനത്തെ പറ്റി പറയുമ്പോൾ വചനത്തില് അവസാനം ഈശോ ചോദിക്കുന്നുണ്ട്, നിനക്കറിയാമല്ലോ നിത്യജീവൻ പ്രാപിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്. അതായത് പ്രമാണങ്ങളെല്ലാം നീ പാലിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഇങ്ങനെയുള്ള പ്രമാണങ്ങളൊക്കെ ഈശോ അവനോട് പറയുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ലെ, 10 പ്രമാണങ്ങളെ പറ്റി ചിന്തിച്ചു പോകുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്ക് ധാരാളം സമ്പത്തുണ്ട്, നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്ന ആളാണ്, ഞാൻ അത്യാവശ്യം പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്, ദൈവപ്രമാണങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പാലിക്കുന്നുണ്ട്, തിരുസഭയുടെ കൽപ്പനകളൊക്കെ ഞാൻ അങ്ങോട്ട് അനുസരിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ വീട്ടിൽ മര്യാദക്കൊക്കെ ഞാൻ ജീവിക്കുന്നുണ്ട്, ഭാര്യയോടും മക്കളോടൊക്കെ അത്യാവശ്യം ഉത്തരവാദിത്തബോധമൊക്കെ എനിക്കുണ്ട്, അപ്പോൾ പിന്നെ എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ഈശോ അവനെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ആ യുവാവിനോടാണ് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, നിനക്ക് വളരെയേറെ സമ്പത്തുണ്ട്, അത് വിറ്റ് നീ നിന്റെ ദരിദ്രരായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ ഒത്തിരി വിഷമിച്ചു. അതിനുശേഷം അവന് തിരികെ പോയി. അവന് മനസ്സിലായി, എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. സ്നേഹമുള്ളവർ, ഞാനിത് പറയുന്നത് സമ്പത്തിനെ പറ്റി പറയാനല്ല, മറിച്ച് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഇത്തരത്തിലുള്ള ഒരു കുറവുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തില് ഇത്തരത്തിലൊരു കുറവുണ്ട്. അതിനെ അറിയാവുന്നത് നിങ്ങൾക്കാണ്. ഏറ്റവും പ്രധാനമായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കാണ്. ഇപ്പോൾ അവനോട് ഈശോ പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, നീ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, കാരണം നീ വലിയ സമ്പന്നനാണ്. അവരെല്ലാ പ്രമാണങ്ങളും അനുസരിച്ചിരുന്നവനാണ്. ഇവിടെയുള്ള നിങ്ങൾ എല്ലാവരും ഒരുവിധം മാന്യമായിട്ടൊക്കെ ജീവിക്കുന്നവരാണെന്ന് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്, മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾ ഉള്ളിലേക്ക് കടന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ചില കുറവുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ചില ദുഷ്ടടക്കങ്ങളായിരിക്കാം, ചിലപ്പോൾ അഹം എന്ന ഭാവമായിരിക്കും. ഞാൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, എന്നെ കൊണ്ട് എന്തൊക്കെയോ പറ്റും, ഇങ്ങനത്തെയുള്ള എന്തും ആയിക്കോട്ടെ. അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കും. ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത ഒരു അവസ്ഥയായിരിക്കും. ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ഒരു വിലയും കൊടുക്കാത്ത, അല്ലെങ്കിൽ മക്കൾക്ക് ഒരു വിലയും കൊടുക്കാത്ത, ഇങ്ങനത്തെയുള്ള എന്തെങ്കിലും ഒരു കുറവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, പൗലോസ്ലീഹ ദൈവത്തോട് അത്രയേറെ അടുത്തു നിന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടെ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമുണ്ട്, കർത്താവെ എനിക്കൊരു മുറിവുണ്ട്, ആ മുറിവ് നീ എന്നിൽ നിന്ന് എടുത്തു മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറയുക, മുറിവ് ഞാൻ മാറ്റിത്തരാമെന്നാണോ? അല്ല, നിനക്ക് എന്റെ കൃപ മതി എന്നാണ് പറഞ്ഞത്. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങളെ ഒത്തിരി ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. കാര്യം ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, നിനക്ക് സമ്പത്തുണ്ട്, നീ വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? പക്ഷെ അവരെല്ലാ കൽപ്പനകളും അനുസരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, എത്രയോ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ സമ്പത്ത് വിട്ടുകൊടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നത്. ദൈവത്തെ മാത്രം സ്ഥിരം അംഗീകരിച്ച് പ്രാർത്ഥിച്ച് മറ്റൊന്നിലേക്കും പോകാതെ ജീവിക്കുന്നു, അല്ലെ? ശരീരത്തിന്റെ എല്ലാ അഭിലാഷങ്ങളെയും അവൻ കീഴടക്കിയിട്ടുണ്ട്. എത്ര വലിയ കാര്യമാണ് ഇന്നത്തെ ലോകത്ത് വിശുദ്ധിയോടുകൂടി ജീവിക്കുക, അല്ലെ? കണ്ണിലും ഹൃദയത്തിലും ശരീരത്തിലും ഒക്കെ വിശുദ്ധി പാലിച്ചുകൊണ്ട് ജീവിക്കുക. അന്യന്റെ ഒരു വസ്തുക്കൾ പോലും ആഗ്രഹിക്കാതെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കി. സാധാരണ നമുക്കെല്ലാം അല്ലെ, ഒരു വസ്തു കാണുമ്പോൾ അത് വേണം, അല്ലെങ്കിൽ അത് സ്വന്തമാക്കണമെന്നൊക്കെ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പുതിയ കാറ് കാണുമ്പോൾ എനിക്കത് വേണം, അല്ലെങ്കിൽ വീട്ടിൽ ചെറിയൊരു അവസ്ഥ, ഒരു മിക്സി,
ചെറിയ എന്തെങ്കിലുമൊക്കെ ആവും, അതെനിക്ക് സ്വന്തമാക്കണം, എനിക്ക് അങ്ങനെ ഒരെണ്ണം വേണമെന്നൊക്കെ. പക്ഷെ ഇങ്ങനത്തെ 10 പ്രമാണങ്ങളെ തീർച്ചയായിട്ടും അവൻ മോഷ്ടിക്കാൻ പോയില്ല. ഒന്നും അവൻ മോഷ്ടിച്ച് അന്യത്തിനോട് സംഭവിച്ചിട്ടില്ല, അന്യന്റെ ഭാര്യയെ അവൻ ആഗ്രഹിച്ചിട്ടില്ല, അല്ലെ അവൻ ആരെയും കൊന്നിട്ടില്ല, അല്ലെ എത്ര കൽപ്പനകൾ എത്ര കൃത്യമായിട്ടാണ് അവൻ പാലിച്ചുകൊണ്ടിരുന്നത്. ഒരു വീഴ്ചയും വരുത്തിട്ടില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ അവൻ ഒരു വീഴ്ചയും വരുത്തിട്ടില്ല. പക്ഷെ ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കൊരു കുറവുണ്ട്, നീ നിന്റെ സമ്പത്തിനെ പറ്റി തൊട്ടാല്, സമ്പത്തിലേക്ക് നിന്റെ കൈയൊന്ന് തൊട്ടാല് നിനക്ക് പൊള്ളും, സമ്പത്തിൽ നിന്റെ കൈ തൊട്ടാൽ നിനക്ക് പൊള്ളും, അതുകൊണ്ട് നിന്റെ സമ്പത്ത് വിൽക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് നിത്യജീവൻ തരാം. അപ്പോൾ അവൻ വളരെ വിഷമിച്ച് തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കൽപ്പനകൾ പോലും 100% വിശ്വസ്തയോടെ അത് പാലിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനോട് ദൈവം ഒരു കാര്യം ആവശ്യപ്പെട്ടു, നിനക്ക് നിത്യജീവൻ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ സമ്പത്തിൽ കൈവയ്ക്കാനായിട്ട് അവന് പറ്റിയില്ല. ഇതുപോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരെയും നിങ്ങൾക്കുള്ള കുറവുകൾ. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കുറവുകൾ വ്യത്യസ്തമായിട്ടുള്ള കുറവുകളാണ്. ചിലപ്പോൾ 1-2 പേർക്ക് ഓരോ കുറവുകൾ തന്നെ കാണാതിരിക്കും, പക്ഷെ എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കുറവുകളാണ്. പക്ഷെ അതിനെപ്പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കുള്ള കുറവ് നിങ്ങളുടെ അഹംഭാവമാണെങ്കിൽ സ്നേഹമുള്ളവരെ, ആ അഹംഭാവത്തെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളും. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കും. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ധ്യാനകേന്ദ്രം മുഴുവൻ ഒറ്റയ്ക്ക് പങ്കെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ അഹത്തെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് പൊള്ളും. അതുപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുക. നിങ്ങൾക്ക് ഉള്ളത് അമിതമായിട്ടുള്ള ധനത്തോടുള്ള ആസക്തിയാണെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആസക്തിയെ തൊട്ടാൽ അല്ലെങ്കിൽ ധനത്തിലേക്കൊന്ന് കൈവച്ചാൽ നിങ്ങൾക്ക് പൊള്ളും. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ചെയ്യും. ഒരുപക്ഷെ ശരീരത്തിൽ വിശുദ്ധി പാലിക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ ആ ശരീരത്തിന്റെ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോകും. മറിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വചനത്തിന് വലിയൊരു അർത്ഥമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. നിത്യജീവൻ വാഗ്ദാനം ചെയ്യാനായിട്ട് ദൈവം 10 കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു മനുഷ്യനോട് പോലും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന നിങ്ങളുടെ കുറവുകളെ പറ്റി ചിന്തിക്കേണ്ട ദിവസമാണ് ഇന്ന്. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കുറവുകളെ പറ്റി ചിന്തിക്കേണ്ട ദിവസമാണ് ഇന്ന്. വായിക്കാനുണ്ടായിരുന്ന ലേഖനത്തില് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്ന കാര്യം ഇതാണ്. അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ കിരീടത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ അനശ്വരമായതിനു വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഇന്നത്തെയും നാളത്തെയും വചനത്തിലൊക്കെ വരുന്ന ഭാഗങ്ങൾ ഇത് തന്നെയാണ്. അതായത് അദ്ദേഹം ഒത്തിരി പട്ടിക തന്നെ നിരത്തുകയാണ്. കർത്താവിന് വേണ്ടി ഞാൻ അടികൊണ്ടു, ജയിലിൽ കിടന്നു, കപ്പലിനകത്ത് കടലിൽ പല ദിവസങ്ങളിൽ ഒഴുകി നടന്നു, ചാട്ടവാറ കൊണ്ട് അടികൊണ്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നിരത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നശ്വരമായ ഒരു കിരീടത്തിന് വേണ്ടി അല്ല, അനശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നതെന്ന്. സ്നേഹമുള്ളവരെ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവര് അനശ്വരമായിട്ടുള്ള കിരീടത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നശ്വരമായിട്ടുള്ള ഒത്തിരി കിരീടങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വരും. ഒത്തിരി കിരീടങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വരും. പല കിരീടങ്ങൾ നിങ്ങൾക്കറിയാം. സമ്പത്ത് ഒരു കിരീടമാണ്, പ്രശസ്തി ഒരു കിരീടമാണ്, സൽപ്പേര് ഒരു കിരീടമാണ്, മറ്റുള്ളവർ മുമ്പിൽ ഒരു ആളാകാനായിട്ടുള്ള ആ ഒരു പ്രേരണ അതൊരു കിരീടമാണ്. ഒരുപക്ഷെ നിങ്ങള് മക്കള് നമുക്കറിയാം. ഇപ്പൊ നമുക്കറിയാം ദൈവങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേനും ആരും അതിലേക്കൊന്നും മക്കളെ പ്രോത്സാഹിപ്പിക്കാറില്ല. അല്ല, നിങ്ങൾക്കറിയാം ദൈവങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. 1-2 മക്കളെ ഉള്ളൂ. നിങ്ങൾക്കറിയാം, അതിനൊരു ഒരാളെ ദൈവത്തിൽ കൊടുക്കും നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം വിഷമമാണ്. നമ്മൾ എത്രയെങ്കിലും പറയുമെങ്കിലും ചിലർ ആ കാര്യത്തോടൊക്കെ അടുക്കുമ്പോഴത്തേന് ചിലപ്പോൾ അവർ പറയും അതിന്റെ ആവശ്യമില്ലായിരുന്നു, അല്ലെങ്കിൽ നീ തിരിച്ചു പോരാനൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു കിരീടമാണ്, നശ്വരമായിട്ടൊരു കിരീടമാണ്. ഒരുപക്ഷെ മകനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയാൽ, എഞ്ചിനീയർ ആക്കിയാൽ, ആറൊക്കെ ശമ്പളമൊക്കെ ഒപ്പിട്ട് വാങ്ങുന്ന വലിയ ജോലിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചാൽ അത് ഒരു കിരീടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നശ്വരമായിട്ടുള്ള ഒത്തിരി ഭൗതികമായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അത് വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിലും തീർച്ചയായിട്ടും അനശ്വരമായിട്ടുള്ള കിരീടം സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ന് നിങ്ങൾ അനശ്വരമായിട്ടുള്ള കിരീടത്തിന് വേണ്ടി ഓടാൻ തയ്യാറാകുന്നോ അന്ന് നിങ്ങൾക്ക് നശ്വരമായിട്ടുള്ള കിരീടങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങും എന്നോർത്തിരിക്കണം. ഇന്ന് തൊട്ട് നിങ്ങൾ അനശ്വരമായിട്ടുള്ള കിരീടത്തിന് വേണ്ടി അധ്വാനിച്ചാൽ ഇന്ന് തൊട്ട് ഓരോരോ നശ്വരമായിട്ടുള്ള കിരീടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഓർത്തുകൊണ്ട് വേണം ഇതിനു വേണ്ടി ഓടാനായിട്ട്. എങ്കിൽ മാത്രമേ പൗലോസ് ശ്ലീഹായും മറ്റു ശിഷ്യന്മാരൊക്കെ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടി അടികൊണ്ടു, കാരാഗ്രഹത്തിൽ കിടന്നു, ചമ്മട്ടിക്ക് അടിയേറ്റു, കടലിൽ ഒഴുകി നടന്നു, പട്ടണി കിടന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു അഭിമാനം നിങ്ങൾക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ. അല്ലെ, ഈ രാത്രിയിൽ ഇത്രയും നേരം കർത്താവിന് വേണ്ടി ഉറങ്ങാതിരുന്നു എന്ന് പറയാൻ, എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉറങ്ങാതിരുന്നു എന്ന് പറയാൻ നിങ്ങൾക്കൊരു അഭിമാന ബോധം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ നശ്വരമായിട്ടുള്ള കിരീടങ്ങളല്ല, ഇതൊരു കിരീടമാണ്. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. ഈ ഉറക്കം വളച്ചിവിടെ വന്നിരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ഒരു വിലയുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നശ്വരമായിട്ടുള്ള ഒരു കിരീടത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൽ ഉടനീളം തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ കർത്താവിന് വേണ്ടി യത്നിക്കാൻ തുടങ്ങുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് എതിർപ്പുകൾ ഉണ്ടാകും. സ്നേഹമുള്ളവരെ, ഞാനിത് പറയുന്നത് ഇതിന്റെ വില നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനവധിയായിട്ടുള്ള എന്താ പറയുന്നത് വചനപ്രഘോഷണത്തിന്റെ മേഖലയിലൊക്കെ അനവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിയായിട്ടൊരു മനുഷ്യന് ജീവിക്കാനായിട്ട് വയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പതിയെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ഡിസംബർ 25-ാം തീയതി പോലും ഒരു പ്രഖ്യാപനമൊക്കെ ഉണ്ടായ നിങ്ങൾ എല്ലാവരും പത്രങ്ങളിലൂടെ വായിച്ചാണ്. ഡിസംബർ 25 ഒരു പൊതു അവധി പോലും ആക്കേണ്ട എന്നാണ് ഒരു പ്രഖ്യാപനം ഉണ്ടായത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, 25-ാം തീയതി തന്നെ ആ ദിവസം തന്നെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ച ആ ദിവസം തന്നെ കുറേയേറെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടന്നു മറ്റു മതങ്ങളിലേക്ക്. നമുക്കറിയാം എത്രയെത്ര സംഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗാസയിലും മറ്റും നമ്മുടെയൊക്കെ അമ്മമാരും പെങ്ങന്മാരും ചങ്ങലക്കെട്ട് പൊതുസ്ഥലം ചന്തയിൽ അടിമകളായിട്ട് ഡോളർ എണ്ണി പറഞ്ഞ് വിൽക്കപ്പെട്ടു. ഇതിന്റെയൊക്കെ വീഡിയോ ശരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കളോടൊക്കെ പറയുകയാണ്, യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ഐസിസ് എന്ന് പറയുന്ന ഒരു സംഘടനയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള പെൺകുട്ടികളെ പബ്ലിക്കായിട്ട് വിൽക്കുന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും യൂട്യൂബിൽ കാണാവുന്നതാണ്. ചങ്ങലക്കിട്ടിട്ട് ലണ്ടൻ മാർക്കറ്റിൽ കൊണ്ടിട്ട് അവരെ വിൽക്കുന്ന വീഡിയോ ഇപ്പോഴും കാണാനായിട്ട് പറ്റും. സ്നേഹമുള്ളവരെ, ഇതൊക്കെ അവർ സഹിച്ചത് കർത്താവിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ സഹിച്ചത് നശ്വരമായിട്ട് ഉള്ള ഒരു കിരീടത്തിന് വേണ്ടിയല്ല. ഇങ്ങനെ മനുഷ്യനെ അടിമകളാക്കി വിറ്റാൽ പോലും വിശ്വാസം കളയാതെ അവസാനം അനശ്വരമായിട്ടുള്ള ഒരു കിരീടം കർത്താവ് തലയിൽ വെച്ച് തരുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. ഈ 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. 3-4 കുട്ടികള് മതം മാറാൻ കൊച്ചുകുട്ടികള് ഈശോയെ തള്ളി പറയാത്തതിന്റെ പേരിൽ അവരെ വധിച്ചപ്പോൾ, വെടിവെച്ച് വന്നപ്പോൾ അവർ സന്തോഷത്തോടെ ഈശോയെ തള്ളി പറയാതെ അവന്റെ വാക്കുകൾ തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ വെടികൊണ്ടുകൊണ്ട് മരിച്ച ഒരു വാർത്ത ഈ ഒരു 3-4 ദിവസത്തിനകത്ത് പത്രത്തിൽ വന്നിട്ടുണ്ട്. സ്നേഹമുള്ളവര്, ഇതിന്റെയൊക്കെ സൂചന എന്താണ്? ഇതിന്റെയൊക്കെ സൂചന നമ്മളുടെ വചനപ്രഘോഷണത്തിന്റെയും വിശ്വാസ കൈമാറ്റത്തിന്റെയും മേഖലയിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ്. മറ്റൊരു ഉദാഹരണങ്ങൾ പറയാം. ഏറ്റവും കൂടുതൽ വചനം പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുന്നതും അതിന് അർഹപ്പെട്ടതും കടന്നുള്ളവരും ഒക്കെയാണ് ഞങ്ങളൊക്കെ. ഇങ്ങനെ പോലും ഞങ്ങളുടെയൊക്കെ ഈ പ്രഘോഷണത്തിൽ പോലും പണ്ടൊക്കെ ഉണ്ടായിരുന്നതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ സംഭവമുണ്ട്. എന്റെ ഒരു കൂട്ടുകാരൻ അച്ഛന്, ഒരുപക്ഷെ ഞാൻ എന്റെ ഇടവയിലൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. എന്റെ ഒരു കൂട്ടുകാരൻ അച്ഛന് അദ്ദേഹം പട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞ് 2 വർഷമായി. അപ്പോൾ അദ്ദേഹം ഒരു പള്ളിയിലേക്ക് ചെന്നപ്പോൾ, ടൗണിലുള്ള ഒരു പള്ളിയാണ്, അവിടെ കുട്ടികളോട് അദ്ദേഹം വസ്ത്രധാരണത്തെ പറ്റി പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് വസ്ത്രധാരണത്തിന് ബില്ലും ബ്രേക്കും ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അലംഭാവം കാണിക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ട വസ്തുതയാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ കുട്ടികൾ പോകുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കുട്ടികളാണ് എല്ലാ ഫാഷനെയും ആദ്യം തന്നെ അനുകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു സമൂഹത്തിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, വസ്ത്രദാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു നിഷ്ഠ ഉണ്ടാവണം. പ്രത്യേകിച്ച് ദേവാലയത്തിൽ വരുമ്പോൾ, ബലിയർപ്പിക്കാൻ വരുമ്പോൾ അച്ഛന് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികളോട് പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ എല്ലാവരും ചെയ്യണം. അപ്പൊ എല്ലാവരും സമ്മതിച്ചു. അടുത്ത ആഴ്ച വന്നപ്പോൾ അച്ഛൻ അതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നു. അപ്പോൾ ഏകദേശം എല്ലാവരും അവരുടെയൊക്കെ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 5-6 കുട്ടികൾ പറഞ്ഞു ഒന്നും തന്നെ കേട്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ അവരെ വിളിച്ച് എഴുന്നേപ്പിച്ച് നിർത്തി അവരോട് വഴക്ക് പറഞ്ഞപ്പോൾ അച്ഛൻ മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി അച്ഛൻ പറഞ്ഞതൊന്നും അനുസരിക്കാതെ വന്നിട്ട് ആ പള്ളിയുടെ സൈഡില് ഒരു തൂണിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അച്ഛന് അത് ചെയ്യാത്തവര് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ഇവരൊന്നും കേൾക്കാതെ അച്ഛനെ മൈൻഡ് ചെയ്യാതെ ചുമ്മാ അവിടെ ചാരി അകത്ത് തൂണിച്ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെ മോശമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇത് കണ്ടപ്പോ അന്നേരം ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം അച്ഛന് ഇവരെ ബാക്കി കുട്ടികളെയൊക്കെ വഴക്ക് പറഞ്ഞാൽ അവരെല്ലാം ഇരുത്തിയിട്ട് ഇവിടെ ഒറ്റയ്ക്ക് വിളിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. എന്നിട്ട് അവരോട് ചോദിച്ചു, നീ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോ? ഇങ്ങനെ വസ്ത്രമിട്ടവരെ വന്ന് എഴുന്നേക്കാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? അപ്പോൾ അവൾ ഞാൻ കേട്ടായിരുന്നു, തല കുലുക്കി. പിന്നെ അവളെ വിളിച്ചു, പിന്നെ നീ എന്നെ എഴുന്നേക്കാൻ? അവളൊന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അച്ഛന് ഭയങ്കര ദേഷ്യം വന്നു. അച്ഛൻ അവളെ വഴക്ക് പറഞ്ഞു. പിന്നെ സംഭവിച്ചാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.